ഒരു പ്രവാസിയാണെങ്കിൽ നിങ്ങൾ ചെയ്തിരിക്കേണ്ട 5 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാം. ഒന്നാമത്തെ കാര്യം പ്രവാസി ഐഡി കാർഡ്. ഇത് വെറും ഒരു ഐഡി കാർഡ് മാത്രമല്ല, ഇതൊരു ഇൻഷുറൻസ് കാർഡ് കൂടിയാണെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു എമർജൻസി ടൈമിലോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മൾ ഇന്ത്യൻ എംബസിനെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഐഡി കാർഡ് വേണം. പിന്നെ 4 ലക്ഷം രൂപയോളം അപകട ഇൻഷുറൻസ് കവറേജും കൂടി ഒരു ഐഡി കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും. രണ്ടാമത്തെ കാര്യം പ്രവാസി പെൻഷൻ. അതായത് 18 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമായിട്ടുള്ള ഒരാൾ, അത് 2 വർഷമെങ്കിലും പ്രവാസ ജീവിതം നയിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ പെൻഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. അതായത് മാസം 350 രൂപ വെച്ചിട്ട് നമ്മൾ അടച്ചു കഴിഞ്ഞാൽ 60 വയസ്സ് കഴിഞ്ഞാൽ മിനിമം 3500 രൂപ മുതൽ കൂടുതൽ കാലം അടച്ചാൽ കൂടുതൽ പെൻഷൻ, അതായത് 7000-8000 രൂപ വരെ പെൻഷൻ കിട്ടാൻ നമുക്ക് സാധ്യതയുണ്ട് പ്രവാസി പെൻഷൻ വഴി. മൂന്നാമത്തത് പ്രവാസി രക്ഷാ ഇൻഷുറൻസ് ഉണ്ട്. അതായത് 661 രൂപ വെച്ച് വെറും 661 രൂപ വർഷം നമ്മൾ പ്രീമിയം ആയിട്ട് അടച്ചു കഴിഞ്ഞാൽ 2 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് കിട്ടും എന്നുള്ളൊരു കാര്യമാണ്. ഇനി നാലാമത്തെ കാര്യം പറയുകയാണെങ്കിൽ അത് സാന്ത്വന പദ്ധതിയാണ്. അതായത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പണം ആവശ്യമാണ്, അതല്ലെങ്കിൽ ഇപ്പോൾ വിവാഹ ധനസഹായം തുടങ്ങിയ കാര്യങ്ങൾക്കായിട്ട് 50,000 രൂപ വരെ നമുക്ക് ധനസഹായം കിട്ടും. ഇതിൽ ജസ്റ്റ് വെറും ഒന്ന് രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി എന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തെ പദ്ധതി എന്ന് പറഞ്ഞാൽ അത് കാരുണ്യം പദ്ധതിയാണ്. ഇപ്പം നമ്മൾ നാട്ടിലേക്ക് പോവാണ്, പ്രവാസ ജീവിതമൊക്കെ കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളോ തുടങ്ങണം, നമുക്ക് ലോൺ ആവശ്യമാണ്, നമുക്ക് ലോൺ കിട്ടും. അത് സബ്സിഡിയോട് കൂടിയിട്ടുള്ള ലോൺ ആണ് കിട്ടുക. ഇനി ഇതിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ ഒരു കാര്യം കൂടി ഉണ്ട്. നോർക്കയുടെ പുതിയ ഒരു നോർക്ക കെയർ ഇൻഷുറൻസ് ഉണ്ട് പ്രവാസികൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഒറ്റയ്ക്കാണ് ഇൻഷുറൻസിൽ ചേരണമെങ്കിൽ വർഷം 7000-ഓളം രൂപയാണ് പ്രീമിയം വരെ. ഇനിയിപ്പോൾ ഫാമിലി ആയിട്ടാണെങ്കിൽ ഏകദേശം 13,000-ഓളം രൂപയാണ്. ആൻഡ് ഈ ഒരു ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ നമുക്ക് ആക്ച്വലി ഐഡി കാർഡ് ആവശ്യമാണ് എന്നുള്ളതാണ്. 5 ലക്ഷം രൂപയുടെ മെഡിക്കൽ ഇൻഷുറൻസ് ആണ് ഇത് കിട്ടുക. അപ്പോൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനും ഇതിൽ അപ്ലൈ ചെയ്യാനും ഒക്കെ ആയിട്ട് norca.kerala.gov.in ഈ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ നോർക്കേൻ്റെ ആപ്പ് വഴിയോ പ്രവാസി കേന്ദ്രം വഴിയോ അക്ഷയ വഴിയോ ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും കിട്ടും, ഇതിൽ ചേരാനും പറ്റും.